ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാനിന്ന് വന്നിരിക്കുന്നത് RRB NTPC എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മൾ RRB NTPCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ ക്ലോസ് ആയി, നിങ്ങളെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് ഒക്കെ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിന്റെ പഠനം നിങ്ങൾ ഉടനെ തന്നെ തുടങ്ങുക. ഓക്കെ, ഇപ്പോഴേ നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കും ഓരോ ഏരിയകളും നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിലെ മാത്സിലെ ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ്. നോക്കിയേ, ഇത് മാത്സിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, if 260 is the mean proportion between x and 338, what is the value of x? നമ്മുടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്നുള്ള ഏരിയയിലെ പ്രപ്പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത മീൻ പ്രപ്പോർഷൻ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനകത്ത് വരുന്നതാണ് മീൻ പ്രപ്പോർഷൻ, ഫോർത്ത് പ്രപ്പോർഷൻ, തേർഡ് പ്രപ്പോർഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതേപോലെ ഒരു ചോദ്യം നോക്കിയേ, ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷണൽ. ഞാൻ പറഞ്ഞില്ലേ, തേർഡ് പ്രപ്പോർഷണൽ, ഫോർത്ത് പ്രപ്പോർഷണൽ, മീൻ പ്രപ്പോർഷൻ. ഇങ്ങനെ മൂന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് അതിനകത്ത് പഠിക്കണം. ടോപ്പിക് എന്നല്ല, ഒരു റേഷ്യോ പ്രപ്പോർഷനിലെ ഒരു 3 കൺസെപ്റ്റ് ആണ്, അത് നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ, അത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള കൺസെപ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ആദ്യം പഠിക്കണം. നമുക്കറിയാം, 2 റേഷ്യോസ് ഈക്വൽ ആണ് എന്ന് പറയുമ്പോഴാണ് ആ റേഷ്യോസ് ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അതായത് A:B, അതേപോലെ C:D. ഈ 2 റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ആണ് നമ്മൾ ഇതിനെ ദീസ് റേഷ്യോസ് ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറയും. ക്ലിയർ ആണ്? ഇങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. A:B ഈക്വൽ ടു, ഈ റേഷ്യോയും ഈക്വൽ ആണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഈക്വൽ ആണ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? A:B ഈക്വൽ ടു C:D എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എഴുതത്തില്ലേ, A/B ഈക്വൽ ടു C/D. ഇങ്ങനെ എഴുതാൻ പറ്റിയാൽ നമ്മൾ എന്താ എടുത്ത് എഴുതുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അല്ലെ, A:D ഈക്വൽ ടു B:C. റേഷ്യോയിൽ നിങ്ങൾ പറയുവാണെങ്കിൽ ഇങ്ങനെ പറയാം, ഈ 2 അറ്റത്തെ രണ്ടും കൂടെ പ്രൊഡക്റ്റ് ചെയ്യുക, ഈ മിഡിലുള്ളത് A:D ഈക്വൽ ടു B:C. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് നോട്ട് ചെയ്താൽ മതി, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, A:D ഈക്വൽ ടു B:C. മനസ്സിലായോ? അപ്പൊ 2 റേഷ്യോസ് ഈക്വൽ ആണ് എന്നുള്ളതാണ് 2 റേഷ്യോസ് ദേ ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലാക്കുക. ഇങ്ങനെ 2 റേഷ്യോസ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യം കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പഠിച്ചിരിക്കേണ്ട അടുത്ത കൺസെപ്റ്റ് ആണ് മീൻ പ്രപ്പോർഷൻ. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ഓക്കെ, മീൻ പ്രപ്പോർഷൻ ഓഫ് A ആൻഡ് B. A എന്നും B എന്നും പറഞ്ഞ 2 നമ്പറിന്റെ മീൻ പ്രപ്പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് AB. 2 നമ്പർ തന്നിട്ട് മീൻ പ്രപ്പോർഷൻ കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ 2 നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ഒരെണ്ണം ഇതാണ്. രണ്ടാമത്തത് തേർഡ് പ്രപ്പോർഷൻ. ചോദ്യം ഇങ്ങനെ വരാം, തേർഡ് പ്രപ്പോർഷൻ ഓഫ് AB. A എന്നും B എന്നും പറഞ്ഞ നമ്പറിന്റെ മൂന്നാമത്തെ അല്ലെങ്കിൽ തേർഡ് പ്രപ്പോർഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എയിലും ബിയുടെയും ടേംസിൽ ഒരു ഇക്വേഷൻ ആയിട്ട് പഠിക്കാം. ആ ഇക്വേഷൻ ഇൻ കേസ് നമ്മൾ മറന്നുപോയാലോ, അതിന് വേണ്ടിയിട്ട് അത് വരുന്ന വഴി ഏതാണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. എയും ബിയും 2 നമ്പറാണ് തന്നേക്കുന്നത്. മൂന്നാമതൊരു പ്രപ്പോർഷൻ, അത് ലെറ്റ് ഇറ്റ് ബി C. അത് C ആണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ ഇതാ ഇങ്ങനെ എഴുതുക, A:B. ഇനി നമുക്കൊരു C കൂടെ എഴുതണം. ഇനി 3 അല്ല ഉള്ളത്, B:C. ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് തന്നെ കിട്ടും. ഇതൊന്ന് എഴുതാൻ പഠിച്ചാൽ മതി. തേർഡ് പ്രപ്പോർഷൻ ഓഫ് A ആൻഡ് B എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക C ആണ് തേർഡ് പ്രപ്പോർഷൻ. സോ ഇനി ആ 3 എണ്ണത്തിനെയും കൊണ്ട് റേഷ്യോ പോലെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ A:B, B:C. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് പറയാം A:C ഈക്വൽ ടു B:B ആണ്. അല്ലെ, A:C ഈക്വൽ ടു B². അവിടെ നമുക്ക് C യുടെ ഇക്വേഷൻ കിട്ടും, B²/A. ക്ലിയർ ആണോ? സോ തേർഡ് പ്രപ്പോർഷൻ ഓഫ് A ആൻഡ് B എന്ന് പറഞ്ഞാൽ C is equal to B²/A ആണ്. ഇത് ഓർത്തില്ലേലും ഇങ്ങനെ ഒന്ന് എഴുതാൻ പഠിച്ചാൽ മതി. A:B, B:C. ഇത് കഴിഞ്ഞാൽ അത് A/B ഈക്വൽ ടു B/C എന്നല്ലേ നമ്മൾ എഴുതുന്നത്. A/B ഈക്വൽ ടു B/C, ദാറ്റ് ഈസ് B² ഈക്വൽ ടു AC. ക്ലിയർ ആണോ? സോ C ഈക്വൽ ടു എന്ത് വന്നു? B²/A. അപ്പൊ രണ്ടാമത്തെ ആയി. ഇനി ഏതാ?
അടുത്തത് ഫോർത്ത് പ്രൊപ്പോർഷൻ. ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് എ കോമ ബി ആൻഡ് സി. മൂന്നെണ്ണം ഉണ്ട്, അതിന്റെ ഫോർത്ത് പ്രൊപ്പോർഷൻ കാണാൻ. അപ്പൊ നമുക്ക് പറയാം അത് ഡി ആണെന്ന് പറയാം. അപ്പൊ നേരത്തെ എഴുതിയത് പോലെ എഴുതുവാണെങ്കിൽ ഇവിടെ 4 എണ്ണം ഉണ്ട്. വളരെ എളുപ്പമാണ്. എന്താ? എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി അല്ലെ? അവിടെ നമുക്ക് എഴുതാം എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി. എ ഇൻറ്റു ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി. അവിടെ നമുക്ക് വേണ്ടത് ഡി അല്ലേ? ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ബൈ എ. ക്ലിയർ ആണോ? സോ തേർഡ് പ്രൊപ്പോർഷൻ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഇൻറ്റു സി ബൈ എ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ പഠിക്കാൻ നമ്മൾ ഇത് പഠിച്ചാൽ മതി. 4 എണ്ണം ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ടു ഡി. 2 എണ്ണം ആണെങ്കിൽ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എ ബി സി ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? എ ഈസ് ടു ബി ഈസ് ടു ബി ഈസ് ടു സി അല്ലെ? സോ സിയുടെ വാല്യൂ എന്തൊരു? ബി സ്ക്വയർ ബൈ എ എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഏതാ? മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ബി, റൂട്ട് ഓഫ് എ ബി. തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എ സി, എ ബി എന്ന് പറഞ്ഞാൽ സി ആണ് അല്ലെ? ബി സ്ക്വയർ ബൈ എ. അത് ആ രീതിയിൽ ഇങ്ങനെ എഴുതി പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ആ ബി സിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് എ ബി സി എന്ന് പറഞ്ഞാൽ അത് ഡി ആണ്. എന്താ? ഡി ഈക്വൽ ടു ബി ഇൻറ്റു സി ബൈ എ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമ്മൾ ഇപ്പൊ ഈ കണ്ട 3 ചോദ്യങ്ങളും അതേപോലെ അത് റിലേറ്റഡ് വരുന്ന ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ എത്താം. ഓക്കെ, ഇനി ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇത് വെച്ച് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഫൈൻഡ് ദ മീൻ പ്രൊപ്പോർഷൻ ഓഫ് 3 and 27. 2 നമ്പർ തന്നിട്ട് മീൻ പ്രൊപ്പോർഷൻ കാണാൻ. എന്താ മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എ ബി. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 3 into 27. That is 81. 9. Clear ആണോ? So option D 9 ആണ് ആൻസർ. Next question. What is the third proportion of 16 and 36? What is the third proportion of A and B? അപ്പൊ നമ്മൾ എഴുതണം C ആയിരിക്കും നമ്മുടെ ആൻസർ. അതിനെ എങ്ങനെ എഴുതണം? A is to B is to B is to C. അപ്പൊ എങ്ങനെ എഴുതാം? 16 is to 36 is to 36 is to എന്താ? C. അപ്പൊ ഇനി C കണ്ടുപിടിച്ചാൽ പോരായോ? 16 into C. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ടാ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഓർത്തോളുക. ഓക്കെ, പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ അത് ഈക്വൽ ആണ് എന്നാണ് അർത്ഥം. സോ 16 into C will be equal to 36 into 36. So C will be equal to 36 into 36 by 16. ഓക്കെ, 4 വെച്ച് വെട്ടിയാല് 9, ഇവിടെ 4 ആയി. ഈ 4 വെച്ച് ഇവിടെ വെട്ടിയാൽ 9 into 9 81. So C will be equal to 81. Option D. Clear ആണോ? Next question. What is the fourth proportion of 4, 12 and 24? Okay, അതായത് A, B and C അല്ലെ? A, B, C യുടെ fourth proportion അറിയാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? A is to B is to C is to D. അതായത് 4 is to 12 is to 24 is to D. അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാമല്ലോ. 4 by 12 equal to 24 by D. അപ്പൊ എന്ത് വരും? D equal to 12 into 24 by 4. സോൾവ് ചെയ്തേ. 4ഉം 24 കട്ട് ചെയ്താൽ 6 ആയി. 12 into 6 72. സോ ഓപ്ഷൻ ബി 72. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കിയേ. ഇഫ് 260 is the mean proportion between x and 338, what is the value of x? എന്താണ്? 260 ആണ് മീൻ പ്രപ്പോർഷൻ. എക്സും 330, അതായത് നമ്മുടെ ഇത് എയും ഇത് ബിയും, എയുടെയും ബിയുടെയും മീൻ പ്രപ്പോർഷൻ 260 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 338 എന്ന് പറയുന്നതാണ് എന്ത്? 260. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? അതായത് മീൻ പ്രൊപ്പോർഷൻ റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു 338 ആണെന്ന് അറിഞ്ഞിരിക്കുക. അത്രേ ഉള്ളൂ കാര്യം. സോൾവ് ചെയ്തേ. സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്താൽ 3 into ഈ സ്ക്വയർ അങ്ങ് പോകും അല്ലെ? എക്സ് ഇൻറ്റു 338 ഈക്വൽ ടു ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ 260 into 260. ഓക്കെ, സോൾവ് ചെയ്യുക. എക്സ് വിൽ ബി ഈക്വൽ ടു 260 into 260 by 338 അല്ലെ? കട്ട് ചെയ്തേ. 2 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 1 6 9. ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ 1
30. ഓക്കെ, 13 into 13 അല്ലേ 169. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കട്ട് ചെയ്ത് നോക്കിയോളുക. 13 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 10, ഇവിടെ കട്ട് ചെയ്താൽ 13. ഇനി 13 260 കൂടെ കട്ട് ചെയ്താൽ 13 into 2 ആണ് അല്ലേ, ദറ്റ് ഇസ് 20. സോ 10 into 20 എന്ത് വരും? 200. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് വന്നു? 200. ഓപ്ഷൻ ഡി 200. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആൻഡ് ബി സ്ക്വയർ മൈനസ് എ ബി. നമ്മൾ നേരത്തെ നമ്പേഴ്സ് പറഞ്ഞെങ്കിൽ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് ആയിട്ട് വന്നു, അത്രയല്ല ഉള്ള വ്യത്യാസം. ഫൈൻഡ് ദ തേർഡ് പ്രൊപ്പോർഷൻ ഓഫ്, ഇത് നമ്മുടെ എയും ഇത് നമ്മുടെ ബിയും. തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എ ആൻഡ് ബി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സി ആണ് അല്ലെ. എ ഈസ് ടു ബി ഈസ് ടു ബി ഈസ് ടു സി. ഈ ലെറ്റേഴ്സ് ആയിട്ട് നോക്കല്ലേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എയും ബിയും സിയും. ഓക്കെ, അതിൽ സി എന്ന് പറഞ്ഞാൽ അതായത് തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വരുമായിരുന്നു? എ ഇൻറ്റു സി ഈക്വൽ ടു ബി സ്ക്വയർ, അതായത് ബി സ്ക്വയർ ബൈ എ എന്ന് വരും. ക്ലിയർ അല്ലേ? അതായത് രണ്ടാമത്തെ ടേമിന്റെ സ്ക്വയർ ബൈ ആദ്യത്തെ ടേമിന്റെ സ്ക്വയർ. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചുകൂടായോ? അപ്പൊ ഇവിടുത്തെ തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഇതല്ലേ, ഇറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് എ ബി ബൈ എ എന്താ? ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയില്ലേ? ക്ലിയർ ആണോ? ഓക്കെ, ഒന്ന് സോൾവ് ചെയ്തേ. ഇത് നോക്കിയേ, ഈ ബി സ്ക്വയർ മൈനസ് എ ബി ദ ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. ബി സ്ക്വയർ ബൈ എ എന്നാ. അപ്പൊ ബി സ്ക്വയർ മൈനസ് എ ബി ദ ഹോൾ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതാണ് നമ്മളുടെ ബി സ്ക്വയർ ബൈ എസ്. ഓക്കെ, ഇനി അപ്പൊ എന്താ, ഇതൊന്ന് സോൾവ് ചെയ്തേ. ഈ ഒരു എക്സ്പ്രഷനകത്ത് ബി സ്ക്വയർ മൈനസ് എ ബി എന്ന എക്സ്പ്രഷനിലകത്ത് ബി ഒന്ന് കോമൺ എടുത്താൽ നമുക്ക് എന്ത് വരും? ബി മൈനസ് എ, പുറത്തൊരു സ്ക്വയറും ഉണ്ട്. ക്ലിയർ ആണോ? ബി കോമൺ എടുത്താൽ ഇവിടെ ഒരു ബിയും വരും, ബാക്കി എയും വരും. ബി ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ, ഇനി ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താ? നമ്മുടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഐഡന്റിറ്റി അല്ലേ? എന്താ? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതുപോലെ ഇവിടെ ബി ആണ് ആദ്യം വന്നേക്കുന്നത്. അപ്പൊ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ആണോ? ഓക്കെ, ഇവിടെ ഒരു ബി മൈനസ് എയും ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അതിലെ ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കിയല്ലേ ആൻസർ? നോക്കിയ ആൻസർ നോക്കിയ ഓപ്ഷനില് ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബൈ ബി പ്ലസ്. ഇനി ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, ആൻസർ നോക്കിയേ, ബി സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബൈ ബി പ്ലസ് എ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when x is added to each of 6, 12, 18 and 28, the number thus obtained are in the ratio. Which of the following is the value of 5x plus 6 is to x minus 1? Okay, അതായത് ഇവിടെ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ ആയി. ആ എക്സ് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ് നേരത്തെ പറയുന്നത്. ഈ 4 നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ എക്സ് ആഡ് ചെയ്താൽ അവര് ഇൻ റേഷ്യോയിലായിരിക്കും, അതായത് ഇൻ പ്രൊപ്പോർഷനിലായിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണോ? അതായത് 6ന്റെ കൂടെ എക്സ് ആഡ് ചെയ്തു, അതേപോലെ 12ന്റെ കൂടെയും എക്സ് ആഡ് ചെയ്തു, 18ന്റെ കൂടെയും എക്സ് ആഡ് ചെയ്തു, 28ന്റെ കൂടെയും എക്സ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പേഴ്സ് ആർ ഇൻ റേഷ്യോ എന്ന് വെച്ചാൽ ഈ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ ദേ ആർ ഇൻ പ്രൊപ്പോർഷൻ വിത്ത് ദീസ് 2 റേഷ്യോസ്. ഇതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ഇനി ഇത് നമുക്കറിയാമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനല്ലേ, 6 plus x by 12 plus x is equal to 18 plus x by 28 plus x. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തേ. 6 plus x into 28 plus x equal to 18 plus x into 12 plus x. ഈ ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്താൽ എക്സ് കിട്ടും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ എക്സ് ഈക്വേഷനിൽ ഇട്ടാൽ മതി, ആൻസർ ആയി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 28 into 6 എത്ര വരും? 28 into 6 48 4 12ഉം 4ഉം 168. 168 plus 6x plus 28x plus x square അല്ലെ ഈക്വൽ ടു, ഇത് ഏതായാലും എന്താ 18 into 12, 18 into 12 16 36 8 216 plus 18x plus
12x പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, രണ്ട് ഈക്വൽ ടു രണ്ട് എക്സ് സ്ക്വയർ ഉണ്ട്, അത് കട്ട് ചെയ്ത് പോകും. ഓക്കെ, ഇനി 168 പ്ലസ് 6x 28x കൂടെ 34x ഈക്വൽ ടു ഇവിടെ 216 പ്ലസ് 18 പ്ലസ് 12 30x. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഒരു സൈഡിലേക്കും നമ്പേഴ്സ് എല്ലാം ഒരു സൈഡിലേക്കും പോട്ടെ. 30x വരുമ്പോൾ 34x മൈനസ് 30x 4x ആയി. ഈ 168 ഇവിടെ പോകുമ്പോൾ അത് മൈനസ് ആവും. 216 മൈനസ് 168. ഓക്കെ, കട്ട് ചെയ്തേ. ഇവിടെ 8 0 10 4. ഓക്കെ, 48. അതായത് 4xന്റെ വാല്യൂ നമുക്ക് എന്ത് വന്നു? 48. സോ എക്സ് വിൽ ബി ഈക്വൽ ടു 48/4 12 അല്ലെ? എക്സിന്റെ വാല്യൂ 12 കിട്ടി. ഇനി നമ്മളോട് ചോദിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ. ഇതിന്റെ ആൻസർ എത്താന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ചെയ്യാമല്ലോ. എന്താ? 5 × 12 പ്ലസ് 6 ഈസ് ടു എന്ന് പറഞ്ഞാൽ ബൈ എക്സിന്റെ സ്ഥാനത്ത് 12 ഇട്ട് കൊടുക്കുക. 12 മൈനസ് 1. 5 × 12 60. 60 പ്ലസ് 6 66. 66/11. ആൻസർ എന്തോരും? 6/1. 6 ഈസ് ടു 1. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ, 6 ഈസ് ടു 1. ക്ലിയർ ആണോ? അപ്പൊ ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്ത ഈ 3 PYQ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാ അല്ലെ? അതേപോലെ ഫോർത്ത് പ്രൊപ്പോർഷനോ ഒക്കെ ചോദിക്കാം. ഇവരിപ്പം ഇവിടെ ഇങ്ങനെ പറയാം, ഈ രണ്ടോ മൂന്നോ നമ്പേഴ്സ് തന്നിട്ട് ഫോർത്ത് പ്രൊപ്പോർഷനിലാണ്, അല്ലെങ്കിൽ അവര് എന്താണ് തേർഡ് പ്രൊപ്പോർഷൻ ആണ്, അങ്ങനെയുള്ള ഓരോന്ന് നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ മീൻ പ്രൊപ്പോർഷൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ √AB. തേർഡ് പ്രൊപ്പോർഷൻ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താ? B²/A. അതിന് ഏത് എക്സ്പ്രഷൻ ഓർത്തിരിക്കുക? A:B B:C. ഇത് ഓർത്തിരുന്നാ മതി. ഓക്കെ, ഫോർത്ത് പ്രൊപ്പോർഷൻ ഓഫ് എ ബി ആൻഡ് സി എന്ന് വെച്ചാൽ A:, അത് D ആയിരിക്കും. ഇങ്ങനെ ഓർക്കുക. ഇതിൽ നമുക്ക് ഡിയുടെയും സിയുടെയും ഒക്കെ ഇക്വേഷൻ ഓർത്തിരിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ RRB NTPCയുടെ നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് നമുക്ക് ഉടനെ ഉണ്ടായിരിക്കും. ഇപ്പൊ ലോക്കോ പൈലറ്റിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഉടനെ തന്നെ NTPCയുടെ എക്സാം ഡേറ്റ് ഇപ്പോൾ വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയം മാക്സിമം നന്നായിട്ട് പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ NTPCയുടെ ബാച്ച് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.